നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സർക്കാരിന്റെ അതിവിശ്വസ്തനായ നേതാക്കൾ ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് ഒരു നേതാവ് മാത്രമല്ല, ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ മുൻ കമ്മീഷണർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അതിന് കമ്മീഷണർ ആയതിനു ശേഷം പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM കൊണ്ടുവന്ന N വാസു ഉൾപ്പെടെയുള്ള ആളുകളുടെ നില പരിങ്ങലിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ ഹൈക്കോടതി വളരെ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ഹൈക്കോടതി കടുപ്പിക്കുകയും ചെയ്തു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ പറയുന്ന സ്വർണം, അതായത് ദ്വാരപാല വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി പുതുക്കി കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തയച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അതായത് കേരള ഹൈക്കോടതിയെ നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ മറ്റൊരു സ്വരൂപമായി, അല്ലെങ്കിൽ അയ്യപ്പൻ നേരെ ജഡ്ജായി വന്ന് ഇരുന്നു കൊണ്ട് ഈ കാര്യം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരിക? ഇപ്പോൾ സൈബർ സഖാക്കളൊക്കെ ന്യായീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ശബരിമലയിലെ ഈ പറയുന്ന പോലെ സ്വർണം അപഹരിച്ചത്? അതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കോ യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആരാണ്? ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് ആരാണ്? ദേവസ്വം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡ് മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ശബരിമലയിൽ ഇങ്ങനെ കൊള്ള നടന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് അയ്യപ്പന്റെ എന്നല്ല ഏത് ഭഗവാന്റെയും സ്വർണം അല്ലെങ്കിൽ സ്വത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ്. കാരണം ഭഗവാൻ തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൾക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം ഉണ്ടാവും. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ദൈവഭയം എന്ന് പറയുന്ന ഒരു കാര്യമെങ്കിലും ഉണ്ടാകും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൽ, അതായത് 3 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ്. ഈ 3 ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കൾ പരിശോധിച്ചാൽ, ആസ്തി വിവരങ്ങൾ പരിശോധിച്ചാൽ, അവിടെയുള്ള എല്ലാ കാലങ്ങളിലും, അതായത് വർഷാവർഷം വരുന്ന കാണിക്കയുടെ അളവുകൾ പരിശോധിച്ചാൽ ഇതൊക്കെ എത്രത്തോളം അവിടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കാണിക്കയിൽ വരുന്ന കണക്കുകൾ എത്രമാത്രം കൃത്യമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. വലിയ കൊള്ളയാണ് ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നാണ് സതീശൻ തന്നെ പറഞ്ഞത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലും അത്യാവശ്യം തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സതീശൻ പോലും പറയുന്നു, ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം, ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം, അത്രയ്ക്ക് വലിയ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് എന്ന് സതീശന് പോലും പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കടുപ്പിച്ചത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസർക്ക്, അതായത് അദ്ദേഹം മുൻ പത്തനംതിട്ട ജില്ലാ ജഡ്ജായിരുന്നു, അദ്ദേഹത്തിന് ചില ചാർജുകൾ കൊടുക്കുകയും അദ്ദേഹം അന്വേഷിച്ചതിന്റെ ഭാഗമായി അദ്ദേഹം കൊടുത്ത ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അല്ലാതെ ഈ കേരളത്തിലെ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ദേവസ്വം വിജിലൻസിനോ വലിയ ഒരു തരത്തിൽ അയ്യപ്പനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് ശബരിമലയിൽ ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നതല്ല. ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു വലിയ നീതിന്യായ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം, അതിലെ ജഡ്ജിമാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് വളരെ ശക്തമായി ഇതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ശബരിമലയിലെ ഈ പറയുന്ന വലിയ സ്വർണ്ണ കൊള്ളയെ പറ്റി നമുക്ക് വിവരങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ യാതൊരു തരത്തിലും സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കോ ഒന്നും തന്നെ ഒരു പങ്കുമില്ല എന്നുള്ളത് കൂടി പറയട്ടെ. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പേ തന്നെ ശബരിമലയിൽ നിന്ന് അനാവശ്യമായി കടന്നു കയറുകയും അവിടെ നിന്ന് ഈ സ്വർണ്ണമുരുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനധികൃതമായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനും ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ PS പ്രശാന്ത്, അദ്ദേഹം ശബരിമലയിൽ നിന്ന് അനധികൃതമായി സ്വർണം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തവണയും സ്വർണം മാറ്റിക്കൊണ്ടുവരാൻ, അതായത് സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടുത്തെത്തിച്ച് അത് പുതുക്കി കൊണ്ടുവരാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൽ നിന്നാണ് ഹൈക്കോടതി തുടങ്ങുന്നത്. ഇത് വലിയ കളികളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ പരൽ മീൻ മാത്രമാണ്.
വലിയ ഉന്നതതല ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പുതിയ ഒരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ദേവസ്വം ബോർഡ്, സർക്കാർ തുടങ്ങിയ ആളുകൾ മാത്രമാണ് അത് അതായത് എതിർ കക്ഷികളായിട്ട് ഹൈക്കോടതി ചേർത്തിട്ടുള്ളത്. ഇത് വളരെ നിർണായകമാണ്. അതായത് സർക്കാരിനെ പോലും എതിർകക്ഷികളാക്കി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇവരൊന്നും അറിയാതെ ഈ തരത്തിൽ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തെത്തി ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഫോട്ടോമാണോ നമ്മൾ കണ്ടത്? ഇനി അതല്ല, VN വാസവനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരമായി നിരവധിയായ ഫോട്ടോ നമ്മൾ കാണുകയാണ്. അതും എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് മന്ത്രിയെ പോയി കണ്ട് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കൃത്യമായ രീതിയിൽ അജണ്ട വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ N വാസുവിന് എന്താണ് പങ്ക്? ഇതിൽ PS പ്രശാന്തിന് എന്താണ് പങ്ക്? PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള, ഇപ്പോ ഇടതുപക്ഷക്കാരന് മുമ്പ് കോൺഗ്രസ്സുകാരനുമായിരുന്നു, ഇപ്പോ അധികാരം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ചാടിയതാണ്. അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന്, അതായത് ഈ ഒരു ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് എത്ര പെട്ടെന്നാണ് ഉയർച്ച ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വരുമാനത്തിന് മുകളിലുള്ള വീടാണ് അദ്ദേഹം വെച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വരുമാനം? ദേവസ്വം ബോർഡിൽ നിന്ന് ഇത്രയ്ക്ക് പണം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? രഹസ്യമായി പാലുകാച്ചലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെ വിളിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ PS പ്രശാന്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോഴത്തെ ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില്ലറ സഹായങ്ങളൊന്നും അല്ല ചെയ്തു കൊടുത്തത്. വളരെ ഗുരുതരമായ രീതിയിലുള്ള, നമ്മളൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ദേവസ്വം ബോർഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ അഭിഭാഷകരെ പുറത്താക്കിയ ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അതിന്റെ ഏറ്റവും മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട്, SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചത്. ജഡ്ജിമാർ ആ ഉദ്യോഗസ്ഥരെ ക്രോസ് വിസ്താരം ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്ന അഡ്വക്കേറ്റുമാർ അവിടെ ഉണ്ടെങ്കിൽ അവർ കയറി ഇടപെടുകയും ഈ കോടതിയോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷെ അതല്ലാതെ തന്നെ കോടതി നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ഓരോന്നായി ദൂരീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പുതിയൊരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്തതും ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ആ ആളുകളുടെ പേരെല്ലാം തന്നെ പുറത്തു വരണം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു സംശയവുമില്ല, ഇതിൽ VN വാസവൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, CPMന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, പത്മകുമാർ, അതുപോലെ തന്നെ ഈ പറയുന്ന PS പ്രശാന്ത്, N വാസു, CPM അന്ന് ഒരുപാട് കാര്യങ്ങൾ CPMന് ചെയ്തു കൊടുത്ത ആളാണ് ഈ പറയുന്ന N വാസു എന്ന് പറയുന്നത്. N വാസു ഉൾപ്പെടെ, മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അറസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് തടയാൻ വേണ്ടി CPM പല പണികളും എടുക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു വലിയ വാള് തലയ്ക്ക് മുകളിൽ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് CPM ഇപ്പോ ഉദ്ദേശിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPM നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിതാ CPM നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരിപ്പോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ VN വാസവനെയും VN വാസവനുമായി ബന്ധപ്പെട്ട ആളുകളെയും CPMലെ പല പ്രമുഖരെയും ഒന്നിൽ കൂടുതൽ, അതായത് പത്മകുമാറും N വാസും ഉൾപ്പെടെയുള്ള പല പ്രമുഖരെയും ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതും CPMന് വലിയ തലവേദനയായി നിൽക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ ഡെമോക്രസിന്റെ വാള് പോലെ ഹൈക്കോടതി തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഹൈക്കോടതി ഒരു പക്ഷേ CBI അന്വേഷണത്തിനെങ്ങാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമുള്ളത്. അതുകൊണ്ട് തന്നെ SITക്ക് ഒരു പരിധിയിൽ കൂടുതൽ സഹായങ്ങൾ CPMന്റെ നേതാക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇന്ന തെളിവുകൾ മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, മറ്റത് നിങ്ങൾ അന്വേഷിച്ചോ, ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഇഴകീറി കോടതി പരിശോധിച്ചുകൊണ്ട് കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് ദേവസ്വം വിജിലൻസും അതുപോലെ തന്നെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ബാധ്യസ്ഥരാവുകയാണ് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ
ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള PS പ്രശാന്തും അതുപോലെ പത്മകുമാറും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രവുമല്ല, ഇതിന് ശേഷം കേരളത്തിലെ ഈ പറയുന്ന ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ED ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. എല്ലാം കൂടെ നോക്കുമ്പോൾ ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കട്ടെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എല്ലാം അയ്യപ്പന്റെ കളികൾ എന്ന് തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ, ഭഗവാന്റെ ഒരു തരി സ്വത്തെങ്കിലും അടിച്ചുകൊണ്ടുപോയ ആർക്കും തന്നെ സ്വൈര്യമായി പിന്നീട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് അവിശ്വാസികളെന്നോ വിശ്വാസികളെന്നോ പക്ഷഭേദമില്ലാതെ ഭഗവാൻ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫീസറുടെ ഒരു റിപ്പോർട്ടിന്റെ പുറത്ത് മാത്രം കോടതിക്ക് തോന്നിയ ഒരു സംശയം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും വലിയ തരത്തിൽ ആ കേസ് നമ്മളെ ഞെട്ടിപ്പിക്കുകയും അമ്പലത്തിലെ സ്വർണ്ണ കൊള്ളയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും പിണറായി വിജയന്റെയും CPM-ന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അറസ്റ്റിലാവാൻ പോകുന്നു. അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാതെ മറ്റു മാർഗമില്ല. അതിന്റെ ആദ്യപടിയായി മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇവരിലേക്ക് എത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ SIT എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.